കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാരം നിങ്ങൾക്കറിയാം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശി കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളുമെല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് നമുക്ക് കടക്കാം. കുറ്റിക്കാടിനുള്ളിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്ന പുലി ഒരു കലമാൻ വന്ന് കാട്ടരുവിയിൽ നിന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടു. പുലിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ. ആ കലമാനെ പിടിച്ചു തിന്ന് വിശപ്പ് മാറ്റാമെന്ന് പുലി കരുതി. തന്നെ ലക്ഷ്യമാക്കി പുലി കുതിച്ചു പാഞ്ഞു വരുന്നത് കലമാൻ കണ്ടു. ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിയ കലമാനെ പുലി പിന്തുടർന്നെങ്കിലും കലമാൻ പിടികൊടുത്തില്ല. ഇതെല്ലാം ഒരു മരത്തണലിൽ വിശ്രമിക്കുകയായിരുന്ന സിംഹം കാണുന്നുണ്ടായിരുന്നു. സിംഹവും കലമാന് പിന്നാലെ ഓട്ടം തുടങ്ങി. കുറേ ദൂരം ചെന്ന് പിന്തിരിഞ്ഞു നോക്കിയ കലമാൻ തന്നെ പിടിക്കാൻ വേണ്ടി പുലിയും സിംഹവും ഒന്നിച്ചോടി വരുന്നത് കണ്ടു. കലമാൻ വല്ലാതെ പരിഭ്രമിച്ചു. ഉറപ്പായി തന്നെ കൊന്നത് തന്നെ. മരണം മുന്നിൽ കണ്ട് സർവശക്തിയും സംഭരിച്ച് ഓടുമ്പോൾ മാൻ അവിടെ ഒരു വലിയ കാട്ടാന നിൽക്കുന്നത് കണ്ടു. കലമാൻ വേഗം കാട്ടാനയുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. കൊമ്പനാനെ, എന്നെ പിടിച്ചു തിന്നുവാൻ സിംഹവും പുലിയും വരുന്നുണ്ട്, എന്നെ നീ രക്ഷിക്കണം, കലമാൻ യാചനാസ്വരത്തിൽ കിതച്ചുകൊണ്ട് പറഞ്ഞു. കാട്ടാന കലമാനെ ഒഴിഞ്ഞൊന്നു നോക്കി. കലമാൻ നിന്ന് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ആനയ്ക്ക് വിഷമമായി. കലമാൻ തന്നെ അഭയം പ്രാപിച്ച് ജീവൻ രക്ഷിക്കാൻ അപേക്ഷിച്ച സ്ഥിതിക്ക് അത് ചെയ്തേ പറ്റൂ. കാട്ടാന തലയുയർത്തി നോക്കിയപ്പോൾ സിംഹവും പുലിയും ഓടി വരുന്നത് കണ്ടു. കൊമ്പനാനെ, സിംഹവും പുലിയും ഇപ്പോൾ ഇവിടെ എത്തും, എന്നെ അവർ പിടിച്ചുകൊണ്ട് പോയി തിന്നും, നീ എന്നെ രക്ഷിക്കില്ലേ? കലമാൻ കൊമ്പനാനയോട് കേണപേക്ഷിച്ചു. എൻ്റെ അരികിൽ അഭയം തേടിയ നിലയ്ക്ക് നിന്നെ രക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട്, നീ സമാധാനമായിരിക്കൂ, കാട്ടാന കലമാനെ ആശ്വസിപ്പിച്ചു. സിംഹവും പുലിയും കാട്ടാനയുടെ മുന്നിൽ വന്നു നിന്നു. ഞങ്ങൾ ഓടിച്ചുകൊണ്ടുവന്ന കലമാനെ ഞങ്ങൾക്ക് വിട്ടുതരൂ, സിംഹവും പുലിയും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടു. ഈ പാവം കലമാനെ ഇവരുടെ കയ്യിലെങ്ങാനും കിട്ടിയാൽ എന്താവും സ്ഥിതി? കാട്ടാനയുടെ മനസ്സ് പിടഞ്ഞു. കലമാനെ രക്ഷിക്കാനുള്ള ഒരു ഉപായം കാട്ടാന ആലോചിച്ചു. നിങ്ങൾ രണ്ടുപേരും കലമാനെ ആവശ്യപ്പെടുന്നു, പക്ഷേ ഒരു കലമാനല്ലേ ഉള്ളൂ, ഞാനിത് ആർക്ക് തരും? സിംഹത്തെയും പുലിയെയും നോക്കി കാട്ടാന ചോദിച്ചു. ഞാനാണ് ആദ്യം കലമാനെ കണ്ടത്, ഞാൻ അതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ നോക്കുമ്പോഴാണ് സിംഹം കാണുന്നത്, അതുകൊണ്ട് കലമാനെ എനിക്ക് വിട്ടു തരണം, പുലി പറഞ്ഞു. പുലിയാണ് കലമാനെ ആദ്യം കണ്ടതെന്ന് പറയുന്നത് ശരിയല്ല. മരച്ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്ന ഞാൻ കലമാൻ ഓടിപ്പോകുന്നത് കണ്ടപ്പോൾ അതിനെ പിടിക്കാൻ പിന്നാലെ കൂടിയതാണ്. എൻ്റെ കയ്യെത്തും ദൂരത്ത് കലമാൻ എത്തിയതായിരുന്നു. എനിക്കാണ് സത്യത്തിൽ ഈ കലമാന് മേൽ അവകാശം. സിംഹം വിട്ടുകൊടുത്തില്ല. കാട്ടാന കലമാനെ ഒന്ന് നോക്കി. ആ പാവം പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. കൊമ്പനാനെ, എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കരുത്, കലമാൻ കരഞ്ഞു പറഞ്ഞു. കാട്ടാന കലമാനെ ഒന്ന് നോക്കി. ആ പാവം പേടിച്ചു വിറയ്ക്കുകയായിരുന്നു. കൊമ്പനാനെ, എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കരുത്, കലമാൻ കരഞ്ഞു പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഈ കലമാന് മേൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും അതിനെ കിട്ടാൻ അർഹതപ്പെട്ടവരാണ്. കലമാനെ സിംഹത്തിന് കൊടുത്താൽ പുലിക്കത് വിഷമമാകും, പുലിക്ക് കൊടുത്താൽ സിംഹത്തിന് വിഷമമാകും. എങ്കിലും നിങ്ങൾ രണ്ടുപേരിൽ ഒരുവന് ഈ കലമാനെ വിട്ടു തന്നല്ലേ മതിയാകൂ, കാട്ടാന സിംഹത്തിനോടും പുലിയോടും പറഞ്ഞു. കൊമ്പനാനെ, ഇവരിൽ നിന്ന് രക്ഷ തേടിയല്ലേ ഞാൻ നിന്റെ അടുക്കിലെത്തിയത്. ഇവർക്കാർക്കെങ്കിലും എന്നെ വിട്ടുകൊടുക്കാനാണ് തീരുമാനമെങ്കിൽ എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. ഞാൻ തനിയെ ഇവരുടെ മുന്നിലേക്ക് പോവുകയാണ്. ഇവർ ആരെങ്കിലും എന്നെ പിടിച്ചു തിന്നോട്ടെ,
ഇത് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്ന കലമാനെ കാട്ടാന തടഞ്ഞു. നിൽക്ക്, ഇക്കാര്യത്തിൽ ഞാനൊരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിലൊരു തീർപ്പുണ്ടായതിനു ശേഷം നിനക്ക് ഇഷ്ടം പോലെ ചെയ്യാം. കാട്ടാന സിംഹത്തെയും പുലിയെയും മാറി മാറി നോക്കി. നിങ്ങൾ രണ്ടുപേരും വളരെ പ്രതീക്ഷയോടെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കലമാനെ വിട്ടുതരാൻ ഞാൻ തയ്യാറുമാണ്. പക്ഷേ നിങ്ങളിൽ ഒരുത്തന് കലമാനെ തന്നാൽ ഞാൻ മറ്റവനോട് നെറുകേട് കാണിച്ച പോലെയാക്കും. അതെന്തായാലും വേണ്ട. നിങ്ങൾ പരസ്പരം പോരാടി സ്വന്തം ശക്തി തെളിയിക്കണം. കാട്ടാന ഉപാധി വെച്ചു. എന്നോട് ഏറ്റുമുട്ടാനുള്ള ചങ്കൂറ്റമൊന്നും പുലിക്കില്ല. പുലിയെ അനായാസം തോൽപ്പിച്ച് കലമാനെ ഞാൻ സ്വന്തമാക്കും. സിംഹം മനസ്സിൽ വിചാരിച്ചു. ഈ കിഴവൻ സിംഹത്തെ പരാജയപ്പെടുത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കലമാനെ ഞാൻ തന്നെ സ്വന്തമാക്കും. പുലി അടക്കം പറഞ്ഞു. എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത്? പരസ്പരം പോരാടാൻ നിങ്ങൾ തയ്യാറാണോ? കാട്ടാന കർശനമായി ചോദിച്ചു. ഞങ്ങൾ തയ്യാറാണ്, സിംഹവും പുലിയും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. വാക്ക് പറഞ്ഞാൽ വാക്കാകണം. ഇനി വാക്കെങ്ങാനും തെറ്റിച്ചാൽ തുമ്പിക്കായി കൊണ്ട് അടിച്ച് രണ്ടിൻ്റെയും നടുവ് ഞാൻ ഒടിക്കും. എൻ്റെ സ്വഭാവം അറിയാമല്ലോ, കാട്ടാന ഭീഷണി മുഴക്കി. ഞങ്ങൾ വാക്ക് പറഞ്ഞാൽ വാക്കാണ്, സിംഹവും പുലിയും ഒരുമിച്ച് പറഞ്ഞു. ശരി, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ രണ്ടുപേരും പോരാടുക. അതിലാര് തോൽക്കുന്നുവോ അവർക്കായിരിക്കും ഞാൻ ഈ കലമാനെ തരിക. കാട്ടാന ഇത് പറഞ്ഞപ്പോൾ സിംഹത്തിനും പുലിക്കും സംശയമായി. അവർ പരസ്പരം നോക്കി. അതെന്ത് ന്യായമാണ്? ഇതെന്താണ് ഈ ആന പറയുന്നത്? എന്നിട്ട് പറഞ്ഞു, മത്സരത്തിൽ ജയിക്കുന്നവർക്കാണ് സാധാരണ സമ്മാനം ലഭിക്കുക. ഇവിടെ ആകട്ടെ നേരെ മറിച്ചും. ഇത് ശരിയാവില്ല. ജയിച്ചവർക്കാണ് സമ്മാനം നൽകേണ്ടത്, പുലി കാട്ടാനയോട് പറഞ്ഞു. ഇതെൻ്റെ അന്തിമ തീരുമാനമാണ്. അത് നിങ്ങൾ ചോദ്യം ചെയ്യണ്ട. നിങ്ങൾ പരസ്പരം പോരടിക്കാമെന്ന് എനിക്ക് വാക്ക് തന്നതാണ്. പിന്മാറിയാൽ എൻ്റെ സ്വഭാവം മാറും, കാട്ടാന ഗൗരവത്തിൽ പറഞ്ഞു. സിംഹവും പുലിയും കുടുക്കിൽപ്പെട്ടതുപോലെയായി. ആനയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചില്ലെങ്കിൽ അവൻ പ്രകോപിതനാകും. കലമാനെ നഷ്ടമാവുകയും ചെയ്യും. ഒരു വഴിയുണ്ട്. പുലിക്ക് ആക്രമിക്കാൻ കഴിയുന്ന വിധത്തിൽ നിന്നുകൊടുക്കാം. ആക്രമണം തുടങ്ങുന്നതും ബോധം പോയ പോലെ താഴെ വീഴാം. ഇത് കണ്ടാൽ ഞാൻ പരാജയപ്പെട്ടുവെന്ന് കരുതി കാട്ടാന എനിക്ക് കലമാനെ വിട്ടു തരും, സിംഹം കരുതി. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് കലമാനെ കൈവിട്ട് കളഞ്ഞാൽ പുലിവർഗത്തിൻ്റെ മാനം ഞാനായിട്ടില്ലാതാക്കിയെന്ന് വരും. അത് പറ്റില്ല. സിംഹം ആക്രമിക്കുന്ന ഉടനെ തോറ്റോടിപ്പോകുന്ന പോലെ അഭിനയിക്കാം. ഞാൻ പരാജയപ്പെട്ടുവെന്ന് കാട്ടാനയ്ക്ക് മനസ്സിലായാൽ കലമാനെ എനിക്ക് കിട്ടും, പുലിയും വിചാരിച്ചു. മത്സരം ആരംഭിക്കാമെന്നവണ്ണം ആന ചിഹ്നം വിളിച്ചു. സിംഹം ആക്രമിക്കുന്നത് കാത്ത് പുലിയും, പുലി ആക്രമിക്കുന്നത് കാത്ത് സിംഹവും നിന്നു. മത്സരം തുടങ്ങാൻ അറിയിപ്പ് കൊടുത്ത സമയം ഏറെ കഴിഞ്ഞിട്ടും അനങ്ങാതെ നിൽക്കുന്ന പുലിയെയും സിംഹത്തെയും കണ്ട് കാട്ടാനയ്ക്ക് ദേഷ്യം വന്നു. എന്താണ് പോരാട്ടം ആരംഭിക്കാത്തത്? സമയം കളയാതെ ദ്വന്ദ്വയുദ്ധം തുടങ്ങിയാട്ടെ, കാട്ടാന വീണ്ടും പറഞ്ഞു. സിംഹവും പുലിയും പരസ്പരം നോക്കി നിൽക്കുന്നതല്ലാതെ മല്ലയുദ്ധം തുടങ്ങുന്നില്ലെന്ന് കണ്ടപ്പോൾ ആരെങ്കിലും ഒരാൾ ആദ്യം ആക്രമിക്കുന്നതും കാത്താണ് അവരുടെ നിൽപ്പെന്ന് കാട്ടാനയ്ക്ക് മനസ്സിലായി. ഇത് തന്നെ അവരെ തിരിച്ചോടിക്കാൻ പറ്റിയ അവസരം, കാട്ടാന കരുതി. ശണ്ട കൂടാൻ തയ്യാറാണെന്ന് വാക്ക് തന്നിട്ട് അതനുസരിക്കാതെ നിൽക്കുന്ന രണ്ടിനെയും കൊന്നു ഞാൻ ഈ കാട്ടിലെറിയും, കാട്ടാന ദേഷ്യത്തോടെ പറഞ്ഞ് തുമ്പിക്കായി ഉയർത്തി ഉറക്കെ ചിഹ്നം വിളിച്ചുകൊണ്ട് സിംഹത്തിൻ്റെയും പുലിയുടെയും അടുത്തേക്ക് ഒരു വരവ്. കൊമ്പും കുലുക്കിയുള്ള ആ വരവ് കണ്ടതും ജീവനം കൊണ്ട് അവർ അവിടെ നിന്നും പാഞ്ഞു. സിംഹവും പുലിയും ഓടിപ്പോയത് കണ്ടപ്പോൾ കലമാന് ആശ്വാസമായി. നീയൊരു കുറുമ്പനാനയാണെന്നാണ് ഞാൻ ഇത്രയും നാളും കരുതിയത്. പക്ഷേ എനിക്കിപ്പോൾ മനസ്സിലായി, നീ ഒരു ബുദ്ധിമാനാണെന്ന്. ജീവൻ രക്ഷിച്ച കാട്ടാനയോട് നന്ദി പറഞ്ഞ് കലമാൻ സന്തോഷത്തോടെ പുഴക്കരയിലേക്ക് നടന്നു. ഇത്രയുമാണ് കഥ. തോൽക്കുന്നതും ഒരു വിജയമാണ്. തോൽക്കുന്നത് ഒരിക്കലും തോൽവിയല്ല. നമുക്ക് മറ്റെന്തോ വിധിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ
ഒരർത്ഥം തന്നെയാണ് തോൽവി എന്ന് പറയുന്നത്. തോൽവി വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു പരീക്ഷയിലോ അല്ലെങ്കിൽ ഒരു ജീവിതത്തിലോ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിലോ നമുക്ക് പരാജയം സംഭവിച്ചിരിക്കാം എന്ന് പറഞ്ഞ് പരാജയം ഒരിക്കലും നമ്മുടെ കൂടെ കൂടില്ല. വേറൊരു സന്ദർഭത്തിൽ വേറെ പല കാര്യങ്ങളിലും നമ്മൾ വിജയിച്ചിട്ടുണ്ടാകും. പലപ്പോഴും ആത്മഹത്യകൾക്കൊക്കെ കാരണം ഇങ്ങനെ പരാജയബോധമാണ്. എല്ലായിടത്തും പരാജയപ്പെട്ടു എന്ന് നമ്മൾ തോന്നിപ്പോകും. വിജയിച്ചവരുടെ ജീവിതത്തിലോട്ടൊന്ന് ഉറ്റുനോക്കിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെ അത്രയ്ക്ക് പരാജയപ്പെട്ടവരല്ലെന്ന് നമുക്ക് തോന്നും. ജീവിതത്തിൽ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് ജീവിത പ്രതിസന്ധികളും പരാജയങ്ങളും പരീക്ഷണങ്ങളും ഒന്നുമല്ല, നമ്മുടെ മനസ്സാണ്. മനസ്സ് വഴക്കമുള്ളതാവണം. സാഹചര്യങ്ങൾക്ക് അനുസൃതമായി പരുവപ്പെടുകയും പ്രവർത്തിക്കുകയും വേണം, ഉയരുകയും വേണം. മനസ്സെവിടെയാണോ വഴങ്ങുന്നത് അവിടെ വിജയവും കാണും. പലരുടെയും വിജയം നിശ്ചയിക്കുന്നത് സമൂഹമാണ്. സമൂഹം നിരന്തരം വിലയിരുത്തലിന് നമ്മെ പാത്രമാക്കുകയാണ്. യഥാർത്ഥത്തിൽ വിജയമിരിക്കുന്നത് നമുക്കെന്താണ് വേണ്ടത് എന്നതിനെ ആശ്രയിച്ചാണ്. എന്താണ് വേണ്ടതെന്ന് നമുക്ക് വ്യക്തത ഉണ്ടാകണം. സമൂഹത്തിൻ്റെ ചൊൽപ്പടിയിൽ ആകരുത് നമ്മുടെ വിജയം. സമൂഹത്തിൻ്റെ നിയമത്തിനും ചിട്ടവട്ടങ്ങൾക്കും അനുസൃതമായി പ്രവർത്തിച്ചില്ലെങ്കിൽ, അവരെ മാനദണ്ഡങ്ങളും അവരെ മാർക്കിടിയിലും ഒക്കെ നമ്മൾ വിധേയമായില്ലെങ്കിൽ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തും. അതേറെ വേദനാജനകമാണ്. അത് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. അതുതന്നെയാണ് മനുഷ്യർ ഏറെ ഭയപ്പെടുന്നത്. ഈ ഒറ്റപ്പെടുത്തൽ, സമൂഹത്തിൻ്റെ വിചാരണ, മാറ്റി നിർത്തൽ, സമൂഹത്തിൻ്റെ ഇത്തരം സംഘം ചേരലുകൾ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഇത്തരം തിട്ടൂരങ്ങൾക്കെതിരെയൊക്കെ പ്രവർത്തിക്കുന്നവരാണ് ജനനായകന്മാരായിട്ടൊക്കെ ഉയരുന്നത്. ഗാന്ധിയും ക്രിസ്തുവും മാർക്സും ബുദ്ധനും എല്ലാം സമൂഹം അന്ന് നടന്ന വഴികളിൽ നിന്ന് വ്യത്യസ്തമായി അവർ നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരു പുതിയ നടപ്പാത ഉണ്ടാവുകയാണ്, അല്ലേ? പുതിയൊരു ചിട്ടയും പുതിയ കുറച്ച് ജീവിത വീക്ഷണങ്ങളും അർത്ഥങ്ങളും ജീവിതയാത്രയും ഒക്കെ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ജനനായകന്മാർ ഉണ്ടാകുന്നത്. സമൂഹത്തിൻ്റെ താളത്തിന് തുള്ളാതെ, നടപ്പ് രീതികൾക്ക് അനുസൃതമായി തുള്ളാതെ അവർ അവരുടേതായ താളം കണ്ടുപിടിക്കുകയാണ്. ഒരു നായകനും നായികയുമൊക്കെ അവിടെ ജനിക്കുകയാണ്. ഇവിടെ ഈ കഥയിൽ ഈ ആന അങ്ങനെ ഒരു നായകനായി മാറുകയാണ്. ആ ആന തൻ്റെ ആ ഒരു ചിന്താഗതി പരീക്ഷിക്കുകയാണ്, തൻ്റെ ആ ഒരു ചിന്താ പദ്ധതി പരീക്ഷിക്കുകയാണ്. അത് വിജയം കണ്ടെത്തുകയാണ്. പരാജയപ്പെടുന്നവന് സമ്മാനമെന്ന് പറയുന്നിടത്ത് ഒരു വലിയ തത്വം അദ്ദേഹം കൊണ്ടുവരികയാണ്. അതാണ് ഈ കഥയുടെ ടേണിംഗ് പോയിൻ്റ്. അപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ പരാജയം ഒരു ടേണിംഗ് പോയിൻ്റാണ്. പരാജയപ്പെടുമ്പോഴാണ് നമ്മൾ മറ്റ് മലമാർഗ്ഗങ്ങളും അന്വേഷിക്കുന്നത്, മറ്റു പല വഴികളും സഞ്ചരിക്കുന്നത്. അവിടെ ഏതെങ്കിലുമൊക്കെ ഒരു വഴിയിൽ നമുക്കൊരു വിജയം ഉണ്ടായിരിക്കും. ജീവിതത്തിൻ്റെ മറ്റ് മേഖലകളിലൊക്കെ നമുക്ക് വിജയമുണ്ടാകും. ഒരു പ്രണയപരാജയം ഒരിക്കലും ഒരു ജീവിത പരാജയമല്ല. ആ പ്രണയത്തിൽ മാത്രമേ ഉള്ളൂ പരാജയം. അങ്ങനെ നമ്മൾ കാണാൻ സാധിക്കണം. ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ ഒരു പരീക്ഷയിൽ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അത് ആ പരീക്ഷയിൽ മാത്രമാണ് നിങ്ങൾ പരാജയപ്പെട്ടത്, നിങ്ങൾ പല കാര്യത്തിലും വിജയിച്ച് നിൽക്കുകയാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായും വീണ്ടും കേട്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.